നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം. പോളിംഗ് കാലത്ത് 7 മുതൽ വൈകിട്ട് 6 വരെ. സുഗമമായ തിരഞ്ഞെടുപ്പിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് ജില്ലാ വരണാധികാരി. മുന്നണികൾ കരുതലിന്റെ മണിക്കൂറുകളിൽ. വോട്ടുകൾ ചോരാതെ മുൻനിര പ്രവർത്തകർ ജാഗ്രതയിൽ. മുന്നണികൾ പ്രത്യേകം നിരീക്ഷകരെ നിയോഗിച്ചു. നെന്മേനി തോവരിമലയിൽ വൻ ഭൂസമരം. 104 ഹെക്ടർ മിച്ച ഭൂമിയിൽ ഭൂരഹിതർ കുടിൽ കെട്ടി പാർപ്പുറപ്പിച്ചു. സമരം ക്രാന്തി കിസാൻ സഭ നേതൃത്വത്തിൽ. വോട്ട് ചെയ്യണമെങ്കിൽ ഭൂമി പതിച്ചു നൽകണമെന്ന് സമരക്കാർ. കുപ്പാടി ഫോറസ്റ്റ് സ്റ്റേഷൻ അതിർത്തിയിൽ കടുവ വനപാലകനെ ആക്രമിച്ചു. കടുവയെ കൂടുവെച്ച് പിടിക്കും. തീരുമാനം നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നു. വിശദമായ വാർത്തയിലേക്ക്. ലോക്സഭ 2019 തിരഞ്ഞെടുപ്പ് വാർത്തകൾ. നാളെ കേരളം പോളിംഗ് ബൂത്തിലേക്ക്. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം. സംസ്ഥാനത്ത് ഏറ്റവും കുറവ് സമ്മതിദായകർ വയനാട്ടിൽ. വോട്ടിംഗ് നാളെ കാലത്ത് 7 മുതൽ വൈകിട്ട് 6 വരെ. പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു. കൊട്ടിക്കലാശം ഇന്നലെ പരസ്യപ്രചാരണത്തിന്റെ കൊടിയിറക്കിയെങ്കിലും LDF, UDF, NDA ക്യാമ്പുകൾ ഇന്നും സജീവമായ നിശബ്ദ പ്രചാരണം തുടരുകയാണ്. 3 ക്യാമ്പുകളിലും ക്യാമ്പയിൻ മാനേജർമാർ നാളെ വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ കാലേക്കൂട്ടി എത്തിക്കുന്നതിന് സംവിധാനം ഒരുക്കുന്നതിനെക്കുറിച്ചും പരമ്പരാഗത വോട്ട് പാറ്റേണുകളിൽ അട്ടിമറി നടത്തുന്നതിനെക്കുറിച്ചും കൂലംകഷമായ ചർച്ചകളിലാണ്. വാർത്താ സമ്മേളനങ്ങളിലും മറ്റും പരസ്പരം വാക്പയറ്റുകൾ നടത്തുന്നത് ഇന്നും തുടർന്നു. ബൂത്ത് തലങ്ങളിൽ സ്ക്വാഡുകൾ കണക്കുകൂട്ടലുകളും കിഴിക്കലുകളും ഊർജ്ജസ്വലമായി തുടരുന്നു. എല്ലാ ക്യാമ്പുകളും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. സംസ്ഥാനത്ത് ഏറ്റവും കുറവ് സമ്മതിദായകരുള്ള മണ്ഡലം വയനാടാണ്. 5,94,177 വോട്ടർമാർ മാത്രമാണ് മണ്ഡലത്തിലുള്ളത്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഏറെക്കുറെ പൂർത്തിയായി. പോളിംഗ് സാമഗ്രികളുമായി പ്രിസൈസ്ഡ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ സംഘങ്ങൾ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് കാലത്തുതന്നെ യാത്ര ആരംഭിച്ചു. മാനന്തവാടി, കൽപ്പറ്റ, ബത്തേരി നിയോജക മണ്ഡലങ്ങളിലേക്ക് പോളിംഗ് സാമഗ്രികൾ കൽപ്പറ്റ SKMJ ഹൈസ്കൂളിൽ നിന്ന് വിതരണം ചെയ്തു. വിവിപാറ്റുകളും വിതരണം ചെയ്തു. വിവിപാറ്റുകൾ ട്രാൻസ്പോർട്ട് മോഡലിലാണ് വിതരണം ചെയ്തത്. ന്യൂസ് ഡെസ്ക്, വയനാട് വിഷൻ. വയനാട് മണ്ഡലത്തിൽ 1311 പോളിംഗ് സ്റ്റേഷനുകൾ. 13,57,819 പേർക്ക് സമ്മതിദാനാവകാശം. തിരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കലക്ടർ. 72 പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ. മാനന്തവാടി നിയോജക മണ്ഡലം 173, ബത്തേരി 215, കൽപ്പറ്റ 187, തിരുവമ്പാടി 174, ഏറനാട് 159, നിലമ്പൂർ 199, വണ്ടൂർ 204 എന്നിങ്ങനെയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് സ്റ്റേഷനുകളുടെ കണക്ക്. 13,57,819 പേർക്ക് സമ്മതിദാനാവകാശമുണ്ട്. ഇതിൽ 6,84,807 പേർ സ്ത്രീകളും 6,73,011 പേർ പുരുഷന്മാരുമാണ്. തിരുവമ്പാടി 1,70,289, മാനന്തവാടി 1,86,397, ബത്തേരി 2,12,838, കൽപ്പറ്റ 1,94,942, ഏറനാട് 1,71,026, നിലമ്പൂർ 2,07,801, വണ്ടൂർ 2,14,526 എന്നിങ്ങനെയാണ് നിയോജക മണ്ഡലങ്ങളിലെ വോട്ടർമാരുടെ കണക്ക്. ന്യൂസ് ഡെസ്ക്, വയനാട് വിഷൻ. തിരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ജില്ലാ കലക്ടർ അറിയിച്ചു. സമാധാനപരവും സുതാര്യവുമായ വോട്ടെടുപ്പ് ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷയ്ക്കായി 5 കമ്പനി കേന്ദ്രസേനയെയും മതിയായ പോലീസ് സേനയെയും ഉറപ്പാക്കിയിട്ടുണ്ട്. പ്രശ്നബാധിത ബൂത്തുകളായി ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ 72 പോളിംഗ് സ്റ്റേഷനുകളെ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടങ്ങളിൽ നിരീക്ഷണത്തിനായി മൈക്രോ ഒബ്സർവറെ നിയമിച്ചിട്ടുണ്ട്. ക്രമക്കേടുകൾ തടയാൻ പോലീസിന്റെയും എക്സൈസിന്റെയും സംയുക്ത പരിശോധനയും നടക്കുന്നുണ്ട്. പ്രധാന ഉദ്ദേശം നമ്മുടെ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പൂർത്തിയായ വിവരം നിങ്ങളെ അറിയിക്കുന്നതിന് ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ്. നമ്മുടെ ജില്ലയിലെ പ്രധാനമായിട്ടും 575
പോലീസ് സ്റ്റേഷനുകളാണ് ആകെയുള്ളത്. നമ്മുടെ ടോട്ടൽ എൽപേഴ്സ് എന്ന് പറയുന്നത് ഈ ജില്ലയിലെ 5,94,000 പേരാണ് ഈ ജില്ലയിൽ. അപ്പോൾ ഇവിടെ എല്ലാ ഞങ്ങളുടെ 7 നിയോജകമണ്ഡലങ്ങളിലും വയനാട്ടിനകത്തുള്ളതും പുറത്തുള്ളതും തിരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അതായത് സ്റ്റാഫ് ഡിപ്ലോയ്മെൻറ്റ്, പോളിംഗ് സ്റ്റേഷൻ സെറ്റപ്പ്, പിന്നെ മറ്റ് കൗതുക സാഹചര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. വയനാട്ടിൽ 48 മണിക്കൂർ മദ്യനിരോധനം. നിരോധനം 23-ന് വൈകിട്ട് 6 മണി വരെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് മദ്യനിരോധനമെന്ന് ജില്ലാ കളക്ടർ. ജനപ്രാതിനിധ്യ നിയമത്തിലെ 135(c)(1) വകുപ്പ് പ്രകാരവും അബ്കാരി നിയമത്തിലെ 54 വകുപ്പ് പ്രകാരവുമാണ് നടപടി. ഇതനുസരിച്ച് ജില്ലയിലെ മദ്യശാലകൾ, ഹോട്ടലുകൾ, മറ്റു വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ വിൽക്കാനോ വിതരണം ചെയ്യാനോ പാടില്ലെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. മദ്യം ശേഖരിച്ചു വയ്ക്കാനോ അനധികൃതമായി വിൽപ്പന നടത്താനോ പാടില്ല. ഇക്കാര്യങ്ങൾ എക്സൈസ് വകുപ്പ് നിരീക്ഷിക്കും. ന്യൂസ് ഡെസ്ക് വയനാട് വിഷൻ. വോട്ടെടുപ്പ് ദിവസമായ നാളെ ഹോട്ടൽ ഉൽപ്പന്നങ്ങൾക്ക് 10% വില കുറയും. ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഹോട്ടൽ ഉൽപ്പന്നങ്ങൾക്ക് നാളെ വില കുറയ്ക്കുന്നത്. കന്നി വോട്ടർമാർക്ക് 10% വിലക്കിഴിവ് നൽകണമെന്ന് ജില്ലാ ഭരണകൂടം അസോസിയേഷനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മുഴുവൻ വോട്ടർമാർക്കും വോട്ടെടുപ്പ് ദിവസമായ നാളെ വിലക്കിഴിവിൽ ഭക്ഷണം നൽകാനാണ് സംഘടന തീരുമാനിച്ചത്. ജില്ലയിലെ സംഘടനയ്ക്ക് കീഴിൽ വരുന്ന ഹോട്ടലുകളിലാണ് വിലക്കിഴിവ് ലഭിക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കൂടി ജില്ലാ ഭരണകൂടവും കേരള ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ കൂടി എല്ലാ വോട്ടർമാർക്കും വോട്ട് ചെയ്യാനുള്ള അവസരം തരും. അന്നേ ദിവസം ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കുന്നതിന് 10% പൈസ കുറച്ച് കൊടുക്കാനും ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി വയനാട് ജില്ലയിലെ എല്ലാ ഹോട്ടലുകളിലും അന്നത്തെ ഭരണകൂടം പറഞ്ഞത് പുതിയ വോട്ടർമാർക്ക് എല്ലാവർക്കും 10% പൈസ കുറച്ച് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി കരുതലിന്റെ മണിക്കൂറുകൾ. ഉറച്ച വോട്ടുകൾ എതിരാളികൾ റാഞ്ചാതെ നോക്കാൻ പിന്നാക്ക പ്രദേശങ്ങളിൽ ഉത്തരവാദിത്തമുള്ള നേതാക്കൾക്ക് രാഷ്ട്രീയ കക്ഷികൾ ചുമതല നൽകിക്കഴിഞ്ഞു. പ്രത്യേക നിരീക്ഷണത്തിന് പ്രവർത്തകരെ നിയോഗിച്ചു. തങ്ങളുടെ കേന്ദ്രങ്ങളിൽ എതിർപക്ഷം കടന്നുകയറാതെ നോക്കണമെന്ന കർശന നിർദ്ദേശമാണ് നേതൃത്വം നൽകിയിട്ടുള്ളത്. രാഷ്ട്രീയ ചൂടിന്റെ മൂർധന്യാവസ്ഥയിലാണ് മിക്കയിടങ്ങളിലും. പ്രമുഖ നേതാക്കൾക്ക് ചുമതലയുള്ള ബൂത്തുകളിലേക്ക് അപരിചിതർ എത്തിനോക്കിയാൽ പോലും പ്രശ്നമുണ്ടാകുമെന്ന അവസ്ഥയാണ്. പോലീസും കനത്ത ജാഗ്രതയിൽ. ബൂത്തുപിടുത്ത ശ്രമം, വോട്ടിനെത്തുന്നവരെ തടയൽ എന്നിവയുണ്ടായാൽ കർശന നടപടിയുണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ചില മേഖലകളിൽ മദ്യവും മയക്കുമരുന്നും പണവും ഒഴുക്കുമെന്ന ഭയത്തിലാണ് മിക്ക കക്ഷികളും. വോട്ടുകൾ കൂടെ ഉറപ്പിച്ചു നിർത്താനും കൂടുതൽ യത്നിക്കേണ്ട അവസ്ഥയിലാണ്. സ്ഥാനാർത്ഥികൾക്ക് ചങ്കിടിപ്പാകുന്ന മറ്റൊരു കാര്യം സോഷ്യൽ മീഡിയയിലൂടെയുള്ള നുണപ്രചരണമാണ്. VIP മണ്ഡലമാണെങ്കിൽ നുണപ്രചരണവും വ്യാജ വീഡിയോകളും വാർത്തകളും വരുമെന്ന ഭയത്തിൽ അതിലേക്ക് ശ്രദ്ധയൂന്നാൻ മിക്ക സ്ഥാനാർത്ഥികളും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. തങ്ങളുടെ ഉറച്ച വോട്ടുകൾ എതിരാളികൾ റാഞ്ചാതെ നോക്കാൻ പിന്നാക്ക പ്രദേശങ്ങളിൽ ഉത്തരവാദിത്തമുള്ള നേതാക്കൾക്ക് രാഷ്ട്രീയ കക്ഷികൾ പ്രത്യേകമായും ചുമതല നൽകിയിട്ടുണ്ട്. അനുബോർഗീസ്, വയനാട് വിഷൻ, കൽപ്പറ്റ. വിജയം സുനിശ്ചിതമെന്ന് മുന്നണികൾ. മാനന്തവാടി മണ്ഡലത്തിൽ ആകെയുള്ള 1,86,397 വോട്ടിൽ 7,222 വോട്ടർമാർ പുതുവോട്ടർമാർ. ആകെയുള്ള 173 ബൂത്തിൽ 39 ബൂത്തുകളും പ്രശ്നബാധിത ബൂത്തുകൾ. 12 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം. കത്തിയിറങ്ങുന്ന വെയിലും അതിനൊപ്പം തിരഞ്ഞെടുപ്പ് ചൂടും കഴിഞ്ഞ് ഇന്നത്തെ നിശബ്ദ പ്രചാരണവും കഴിഞ്ഞ് നാളെ വോട്ടർമാർ ബൂത്തുകളിലേക്ക്. മാനന്തവാടി മണ്ഡലത്തിൽ ആകെയുള്ള 1,86,397 വോട്ടിൽ 92,910 പുരുഷ വോട്ടർമാരും 93,487 സ്ത്രീ വോട്ടർമാരുമാണ് ഉള്ളത്. 259 സർവീസ് വോട്ടുമാണ് ഉള്ളത്. 7,222 പുതിയ വോട്ടർമാർ മാനന്തവാടി മണ്ഡലത്തിലുണ്ട്. LDF സ്ഥാനാർത്ഥി രാവിലെ മാനന്തവാടിയിൽ അമലോദ്ഭവമാതാ പള്ളി വികാരി സെബാസ്റ്റ്യൻ കാരക്കാട്ടിനെയും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി PR ഉണ്ണികൃഷ്ണനെ കണ്ട ശേഷം പനമരം കാപ്പുംകുന്ന് കോളനിയിലെത്തി വോട്ടർമാരെ കണ്ടു. വിജയം സുനിശ്ചിതമെന്ന് PP സുനീർ പറഞ്ഞു. പ്രതിപക്ഷ മുന്നണിയുടെ ദേശീയ സംസ്ഥാന നേതാക്കളിൽ മിക്കവാറും ആളുകൾ, എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഈ മണ്ഡലത്തിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രചാരണത്തിൻ്റെ സമാപന ദിവസം കോടിയേരി ബാലകൃഷ്ണൻ പൂർണ്ണമായും ഈ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ സമാപിച്ച് നേതൃത്വം കൊടുത്തത്. അതെല്ലാം വലിയ ആവേശം അണികളിൽ പ്രവർത്തകരുണ്ടാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് പൊതുജനങ്ങളിലും LDF അനുകൂലമായ വലിയ പ്രതികരണമാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകുന്നത്. സുനിശ്ചിതമായും വിജയിക്കുമെന്ന സ്വാഭാവിക വിശ്വാസത്തോടുകൂടി തന്നെയാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നത്.
OR കേളുവിലെ ബൂത്ത് നമ്പർ 42 കാട്ടിക്കുളം എടയൂർക്കുന്ന് ഗവൺമെന്റ് LP സ്കൂളിലും IC ബാലകൃഷ്ണൻ ബൂത്ത് നമ്പർ 12 വാളാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും മുൻമന്ത്രി PK ജയലക്ഷ്മി ബൂത്ത് നമ്പർ 10 ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ എടത്തനയിലും വോട്ട് രേഖപ്പെടുത്തും. മാനന്തവാടി രൂപത ബിഷപ്പ് മാർജൂസ് പുരുന്നേടം വിദേശത്തായതിനാൽ വോട്ട് രേഖപ്പെടുത്തില്ല. വയനാട് വിഷൻ, മാനന്തവാടി. വയനാടിനെ പാകിസ്ഥാനോട് ഉപമിച്ച അമിത്ഷായുടെ പരാമർശം തെറ്റാണെന്ന് പറയാതെ രാഹുൽ ഗാന്ധി ന്യൂനപക്ഷങ്ങളെ അവഗണിച്ചതായി LDF നേതാക്കൾ പറഞ്ഞു. ന്യൂനപക്ഷങ്ങളോടുള്ള രാഹുലിന്റെ നിലപാടിനെതിരെയുള്ള പ്രതിഷേധം വോട്ടെടുപ്പിൽ പ്രതിഫലിക്കും. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ദിവസേന നേതാക്കളുടെ ഒഴുക്കാണ്. ഇങ്ങനെയുള്ള കോൺഗ്രസിന്റെ ന്യൂനപക്ഷ പ്രേമം പരിഹാസ്യമാണ്. വാർത്താസമ്മേളനത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ CK ശശീന്ദ്രൻ MLA, കൺവീനർ P സന്തോഷ് കുമാർ, CPM ജില്ലാ സെക്രട്ടറി P ഗഗാറിൻ, സത്യൻ മുഗേരി തുടങ്ങിയവർ പങ്കെടുത്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വയനാട് രാജ്യമാകെ ശ്രദ്ധിക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ട് നമുക്കൊക്കെ അറിയാം. ചില മാധ്യമങ്ങളും ഒക്കെ ഊതി വീർപ്പിച്ചതുപോലെയുള്ള എന്തെങ്കിലും പ്രത്യേക രാഹുൽ എഫക്റ്റ് ഈ മണ്ഡലത്തിലെ ബാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, നല്ല ഇടതുപക്ഷ മുന്നേറ്റം ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ പരാജയഭീതി പൂണ്ട CPM മാനന്തവാടി മണ്ഡലത്തിൽ അക്രമം അഴിച്ചുവിടുകയാണെന്ന് UDF മാനന്തവാടി നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് ജനറൽ കൺവീനർ C അബ്ദുൽ അഷറഫ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കലാശക്കൊട്ടിന്റെ ദിവസം തലപ്പുഴ, തരുവണ, 8-4 എന്നിവിടങ്ങളിൽ സംഭവിച്ചത് ഉദാഹരണമാണ്. തിരഞ്ഞെടുപ്പ് ദിവസവും ഇതിന് സാധ്യതയുണ്ട്. അതിന്റെ ഭാഗമായാണ് ഉച്ചയ്ക്ക് മുൻപേ പ്രവർത്തകർ വോട്ട് ചെയ്യണമെന്ന് LDF നേതാക്കളുടെ ആഹ്വാനമെന്നും UDF നേതാക്കൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ മുൻ KPCC അംഗം P ചന്ദ്രനും പങ്കെടുത്തു. വെള്ളമുണ്ട പോലീസ് സബ് ഇൻസ്പെക്ടർ തരുവണ്ണ ടൗണിൽ വെള്ളമുണ്ട റോഡിൽ ഇടതുപക്ഷ മുന്നണിക്കും പടിഞ്ഞാത്ര റോഡിൽ UDFനും എന്ന് തീരുമാനിച്ച് ധാരണ ഉണ്ടാക്കിയതിന് ശേഷവും UDFന് അനുവദിച്ച പടിഞ്ഞാത്ര റോഡിൽ വാഹനം നിർത്തിയിട്ട് ബോധപൂർവ്വ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. വെള്ളമുണ്ട പോലീസിനെ ജനറൽ കൺവീനർ എന്ന നിലയിൽ ഞാൻ ആ വഴിക്ക് പോയി ആ പ്രശ്നത്തിൻ്റെ സമയത്ത് കണ്ട് വിളിച്ചപ്പോൾ പോലും എത്താമെന്ന് പറഞ്ഞ് മണിക്കൂറുകൾ വൈകിപ്പിച്ച് സംഘർഷാവസ്ഥ രൂക്ഷമാക്കി. അവസാനം ASPയും സബ് കളക്ടറും ഇടപെട്ടുകൊണ്ടാണ് അവിടെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. ബോധപൂർവമായി CPM ആളുകൾ എത്തിച്ചേരുകയും അവിടെ തടിച്ചുകൂടിയ ബഹുഭൂരിപക്ഷം വരുന്ന ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാർക്ക് നേരെ അക്രമമുണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം മനഃപൂർവ്വം സൃഷ്ടിക്കുകയുണ്ട്. ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിച്ചത് പ്രകോപനമുണ്ടാക്കി UDFുമായി സംഘർഷമുണ്ടാക്കിയേ പറ്റൂ എന്നുള്ള ഉറച്ച തീരുമാനമാണ് ഇതിൻ്റെ പിന്നിൽ. UDF പ്രവർത്തകരും നേതാക്കളും അതാത് ബൂത്തുകളിൽ പ്രവർത്തന സജ്ജരാണ്. ഉത്സവഛായയിലാണ് UDF പ്രവർത്തകരെന്നും 5 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ വിജയിക്കുമെന്നും UDF നിയോജക മണ്ഡലം കൺവീനർ C അബ്ദുൽ അഷറഫ് പറഞ്ഞു. ബൂത്തിലെ പ്രവർത്തകന്മാർ വളരെ ആവേശത്തിലാണ്. ഒരു ഉത്സവ പ്രതീതിയിലാണ് UDF പ്രവർത്തകന്മാർ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്നത്. ഞങ്ങളോട് സഹകരിക്കുന്നത് UDFുകാർ മാത്രമല്ല, മറ്റു രാഷ്ട്രീയ നിഷ്പക്ഷരായ ആളുകളും മറ്റു രാഷ്ട്രീയ പാർട്ടിപ്പെട്ട ആളുകളൊക്കെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി വയനാട് ഇതിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള മതേതര വിശ്വാസികളായ എല്ലാവരും നാളത്തെ 23-ാം തീയതി 7 മണിക്ക് നേരം പുലരുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ വോട്ട് ചെയ്യുന്ന മുഹൂർത്തത്തിന് വേണ്ടി പ്രത്യേകിച്ച് കന്നി വോട്ടർമാരായ ചെറുപ്പക്കാരികളൊക്കെ ആദ്യത്തെ വോട്ട് ഒരു രാജ്യത്തിൻ്റെ ഭാവി പ്രധാനമന്ത്രിക്കാണ് എന്നുള്ളൊരു ആവേശം അത് ഞങ്ങളുടെ എല്ലാ ബൂത്തുകളിൽ കാണാനുണ്ട്. എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. കുടുംബങ്ങൾ ഒന്നൊന്നായി ഒഴിഞ്ഞുപോകുന്ന ചെട്ടിയാനത്തൂരിൽ വോട്ടെടുപ്പിന് അടിസ്ഥാന സൗകര്യമൊരുങ്ങി. വൈദ്യുതിയോ മറ്റടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാത്ത ഗ്രാമത്തിൽ കേന്ദ്ര സേനകളെ അടക്കം നിയോഗിച്ചു. പുനരധിവാസ പ്രവർത്തനങ്ങളിലൂടെ 80ഓളം കുടുംബങ്ങൾ ഈ ഗ്രാമത്തിൽ നിന്ന് പുറത്തു കടന്നു. ഈ കുടുംബങ്ങളിലെ വോട്ടർമാർക്ക് ഇത്തവണ ചെട്ടിയാലത്തൂർ GLP സ്കൂളിൽ തന്നെയാണ് വോട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഗ്രാമത്തിൽ ആദിവാസികളും മറ്റു വിഭാഗത്തിൽപ്പെട്ട 7 കുടുംബങ്ങളും മാത്രമാണുള്ളത്. വനത്താൽ ചുറ്റപ്പെട്ട ഗ്രാമമായതിനാൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. വന്യമൃഗശല്യം രൂക്ഷമായ ഈ പ്രദേശത്ത് ഇനിയൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമോ എന്നറിയില്ല. ആകെ 238 വോട്ടർമാരുള്ള ഈ ബൂത്തിൽ 135 പേരൊഴികെ മറ്റുള്ളവർ മാറി താമസിച്ചു കഴിഞ്ഞു. ഇവരെല്ലാം വോട്ട് ചെയ്യാനെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഗ്രാമവാസികളും ചെട്ടിയാലത്തൂർ GLP സ്കൂളും. സ്വയം സന്നദ്ധ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പോയവരെല്ലാവരും ചെട്ടിയാലത്തൂരിലോട്ട്
വോട്ട് ചെയ്യാൻ വേണ്ടി എത്തണമെന്ന് നമ്മൾ അറിയിക്കുന്നു. കാരണം അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ജനറേറ്റർ മുഖാന്തരം രാത്രിയിൽ വെളിച്ചം നല്ല സൗകര്യം ഏർപ്പെടുത്തുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇനി ഇവിടെ വോട്ട് ചെയ്യാൻ പറ്റില്ല, ഈ ഗ്രാമം ഇല്ലാണ്ടാവും. അതൊക്കെ അങ്ങനെയാണ്. ആളുകൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓരോരുത്തരിങ്ങനെ ഒഴിഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോഴത്തേനും ഇവിടെ ആരും ഉണ്ടാവില്ല. എന്തായാലും ഞങ്ങള് എന്തായാലും ആദിവാസികൾ എന്തായാലും ഇവിടെ നിൽക്കും. പക്ഷെ പോകുമ്പോൾ ഒരുമിച്ച് ഞങ്ങൾ എല്ലാവരും പോകും. വയനാട് വിഷൻ, ചീരാൽ. എടക്കൽ ഗുഹയോട് ചേർന്ന് കിടക്കുന്ന നെന്മേനി തൊവരിമലയിൽ വൻ ഭൂസമരം. ഹാരിസൺ മലയാളം ലിമിറ്റഡിൽ നിന്ന് സർക്കാർ ഏറ്റെടുത്ത 104 ഹെക്ടർ ഭൂമിയിൽ 6ഓളം കുടുംബങ്ങൾ കുടിൽ കെട്ടി ഭൂസമരം ആരംഭിച്ചു. CPIML റെഡ് ഫ്ളാഗ് നിയന്ത്രണത്തിലുള്ള ഓൾ ഇന്ത്യ ക്രാന്തി കിസാൻ സഭ നേതൃത്വത്തിലാണ് സമരം. വയനാട് മണ്ഡലം ഇന്നലെ കൊട്ടിക്കലാശത്തിന്റെ ലഹരിയിൽ മുഴുകിയിരിക്കെ വൈകിട്ടോടെയാണ് ജില്ലയിൽ 14 പഞ്ചായത്തുകളിൽ നിന്ന് ആദിവാസികളും ദളിതരുമടക്കം ഭൂരഹിതർ തൊവരിമലയിൽ കുടിൽ കെട്ടി ഭൂസമരം തുടങ്ങിയത്. ബിഗ് ബ്രേക്കിംഗ്. വയനാടിന്റെ സമരചരിത്രത്തിൽ പുതിയ മുന്നേറ്റത്തിന് തുടക്കമിട്ടാണ് കൃഷിഭൂമിക്കും പാർപ്പിടത്തിനു വേണ്ടി ഭൂരഹിതർ കരുത്തുറ്റ പ്രക്ഷോഭം നടത്തുന്നതെന്ന് സമരസമിതി നേതാക്കൾ അവകാശപ്പെട്ടു. ഹാരിസൺ മലയാളം ലിമിറ്റഡിൽ നിന്നും ഗവൺമെന്റ് ഏറ്റെടുത്ത 104 ഹെക്ടർ മിച്ചഭൂമിയിലാണ് കുടിൽകെട്ടി സമരം ആരംഭിച്ചത്. പിടിച്ചെടുത്ത ഭൂമിയിൽ ഇന്ന് തന്നെ കൃഷി ഇറക്കുമെന്ന് സമരക്കാർ പറയുന്നു. പ്രളയകാലത്ത് വീട് നഷ്ടപ്പെട്ടവരും കയറിക്കിടക്കാൻ ഒരു കൂര പോലും ഇല്ലാത്തവരും സമരക്കാരുടെ കൂട്ടത്തിലുണ്ട്. വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഭൂമി പതിച്ചു നൽകണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. ഭൂമി നൽകിയില്ലെങ്കിൽ വോട്ട് ചെയ്യില്ലെന്ന നിലപാടാണ് ഇവർക്ക്. കേരളത്തിൽ വരും കാലങ്ങളിൽ വരാൻ പോകുന്ന അതിശക്തമായ ഭൂപ്രക്ഷോഭത്തിന്റെ തുടക്കം നിലക്കാണ് തൊവരിമല സമരത്തെ ഞങ്ങൾ കാണുന്നത്. ഇതാ നിങ്ങൾ കാണുന്ന തൊഴിലാളികൾ, 200ഓളം തൊഴിലാളികൾ ഇന്ന് വന്ന് ഈ സമരത്തിന് അതിശക്തമായ രൂപത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. ഈ തൊഴിലാളികളുടെ ഉടമസ്ഥയിൽ തോട്ടം പുനഃസംഘടിപ്പിക്കണം. വിദേശ തോട്ടം കമ്പനികളെ കെട്ടിവെട്ടിച്ചുകൊണ്ട് ഈ തോട്ടം തൊഴിലാളികളുടെ ഉടമസ്ഥയിൽ തോട്ടം പുനഃസംഘടിപ്പിക്കാനും അവശേഷിക്കുന്ന ഭൂമി ഭൂരഹിത വിഭാഗങ്ങൾ പതിച്ചു കൊടുത്തുകൊണ്ട് ഭൂബന്ധങ്ങളിലെ ജനാധിപത്യവൽക്കരണ പ്രക്രിയയെ അടിയന്തരമായും മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള മുദ്രാവാക്യമാണ് അഖിലേന്ത്യാ ക്രാന്തികാരി കിസാൻ സഭയും ഭൂസമര സമിതിയും അഖിലേന്ത്യാ ആദിവാസി മഹാസഭയും മുന്നോട്ട് വെക്കുന്നത്. ഈ ഒരു സന്ദർഭം പ്രത്യേകിച്ചും ഭാവി പ്രധാനമന്ത്രിയായി വരാൻ താല്പര്യപ്പെടുന്ന ആളുകൾ വരെ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം എന്നുള്ള ഒരു പേര് നമുക്ക് വയനാട് മണ്ഡലത്തിൽ കിട്ടിയിട്ടുണ്ട്. മനസ്സിലാക്കണം, വയനാട്ടിലെ ആദിവാസികളുടെ അവസ്ഥ എന്താണ്, വയനാട്ടിലെ ഭൂരഹിതരായ ജനവിഭാഗങ്ങൾ എങ്ങനെ ജീവിക്കുന്നു. ഇവിടെ പുറത്തേക്ക് കാണിക്കുന്ന വികസനമെന്നും ഈ ജനവിഭാഗങ്ങൾക്ക് കൃഷി ചെയ്യാൻ ആവശ്യമായ ഭൂമി വിതരണം ചെയ്തതോടെ മാത്രമേ യഥാർത്ഥ വികസനം നമുക്ക് നടപ്പാക്കാൻ കഴിയുമെന്നും അത്തരമൊരു രാഷ്ട്രീയമായ പ്രശ്നത്തിലേക്ക് ഈ സമൂഹത്തിലെ വോട്ടർമാരെ ശ്രദ്ധ കൊണ്ടുവരിക എന്നുകൂടി ഈ ഒരു സന്ദർഭം തെരഞ്ഞെടുത്ത് ഞങ്ങൾക്കുണ്ട്. കാർഷിക പ്രതിസന്ധിയും ആദിവാസി ഭൂമി പ്രശ്നവും പറഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയവർക്ക് വൻ ആഘാതമാവുകയാണ് തൊവരിമല ഭൂസമരം. താമസിക്കാനും കൃഷി ചെയ്ത് ജീവിക്കാനുമായി 5 ഏക്കർ വീതം ഭൂമി പതിച്ചു നൽകണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. ഇതിനായി സർക്കാർ നിയമനിർമ്മാണം നടത്തണം. റവന്യൂ അധികാരികളും പോലീസും രാഷ്ട്രീയ കക്ഷികളുമെല്ലാം തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിന്റെ തിരക്കിലായിരിക്കെയാണ് അതീവ രഹസ്യമായി തൊവരിമലയിലെ നിക്ഷിപ്ത വനഭൂമി സമരക്കാർ കൈയേറിയത്. ഉച്ചയ്ക്ക് 2 മണിയോടെ സ്ഥലത്തെത്തിയ സമരക്കാർ രാത്രി തൊവരിമലയിലെ പഴയ കെട്ടിടത്തിലാണ് തമ്പടിച്ചത്. മൊബൈൽ ഫോൺ വിനിമയങ്ങൾ ഒഴിവാക്കിയായിരുന്നു സമരക്കാരുടെ തയ്യാറെടുപ്പുകൾ. സമരസ്ഥലത്തേക്കുള്ള വഴിക്ക് കുറുകെ വലിയ മരം മുറിച്ചിട്ട് തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട്. കുടിൽകെട്ടൽ സമരം പുരോഗമിക്കുകയാണ്. CPIML റെഡ് സ്റ്റാർ കേന്ദ്ര കമ്മിറ്റി അംഗം MP കുഞ്ഞിക്കണാരൻ, രാജേഷ് അപ്പാട്ട്, കെ വെളിയൻ, ബിനു ജോൺ പനമരം, ജാനകി V തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകുന്നു. ബിനേഷ് മാത്യു, വയനാട് വിഷൻ, അമ്പലവയൽ. അതേസമയം സമരക്കാരുടെ അവകാശവാദം ശരിയല്ലെന്ന് HML എസ്റ്റേറ്റ് ഫീൽഡ് ഓഫീസർ സമദ് പറഞ്ഞു. തൊവരിമല എസ്റ്റേറ്റിലെ തൊഴിലാളികളായ ഞങ്ങൾ ഭൂസമര സമിതിയുടെ എസ്റ്റേറ്റിന്റെ കോട്ടേഴ്സും അതുപോലെ എസ്റ്റേറ്റിന് കീഴിലുള്ള ഭൂമിയും അനധികൃതമായി കയറി കുടിൽ കെട്ടുന്നതും ഇതുപോലുള്ള കോട്ടേഴ്സുകൾ തുറന്ന് അതിനകത്ത് താമസിക്കുന്നതും തൊഴിലാളികളായ ഞങ്ങൾ അങ്ങേയറ്റം പ്രതിഷേധം അറിയിക്കുന്നു. തൊഴിലാളികളുടെ ദൈനംദിന ജീവിത സാഹചര്യങ്ങൾ പൊരുത്തപ്പെട്ടു പോവാൻ പ്രയാസപ്പെടുന്ന ഈ സമയം തൊഴിലാളികളുടെ ജോലിയും തൊഴിലാളികളുടെ ശമ്പളവും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് തൊഴിലാളികൾ നീങ്ങുകയാണെങ്കിൽ വളരെ പ്രയാസമാണ്. ഇതറിയിക്കുന്നതോടൊപ്പം ഇതിനെ പ്രതിരോധിക്കാൻ
തൊഴിലാളികൾ ഒന്നടങ്കം രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് വിജയം കാണുന്നതുവരെ തൊഴിലാളികൾ രംഗത്തുണ്ടാകുമെന്നും അറിയിക്കുന്നു. കടുവയുടെ ആക്രമണത്തിൽ വനം വകുപ്പ് വാച്ചർക്ക് പരിക്ക്. കുറിച്യാട് റേഞ്ചിലെ കുപ്പാടി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ കരുണാകരനാണ് പരിക്കേറ്റത്. ഇടതുകാലിന് സാരമായി പരിക്കേറ്റ ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇന്ന് രാവിലെ 9:30യോടെയാണ് സംഭവം. വള്ളുവാടിയിലെ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ വെച്ച് കടുവ വനംവകുപ്പ് വാച്ചറെ ആക്രമിക്കുകയായിരുന്നു. പ്രദേശവാസിയായ കൃഷ്ണന്റെ വളർത്തുനായെ കഴിഞ്ഞ രാത്രിയിൽ കടുവ കടിച്ചു കൊന്നിരുന്നു. ഇതറിഞ്ഞ് ഇന്ന് രാവിലെ സ്ഥലത്തെത്തിയ വനപാലക സംഘത്തിലുണ്ടായിരുന്ന വാച്ചർ കരുണാകരൻ കടുവയുടെ കാൽപ്പാട് നോക്കി പോകുന്നതിനിടെയാണ് റോഡ് മുറിച്ചെത്തിയ കടുവ കരുണാകരനെ ആക്രമിച്ചത്. ഇടതുകാലിന് സാരമായി പരിക്കേറ്റ കരുണാകരനെ ആദ്യം ബത്തേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി. ആക്രമണം നടത്തിയ കടുവ അടുത്ത കാലത്തായി വടക്കനാട്, വള്ളുവാടി, പഴേരി പ്രദേശങ്ങളിൽ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്നത് പതിവാണ്. കടുവയെ ഉടൻ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വയനാട് വിഷൻ, ബത്തേരി. വനംവകുപ്പ് വാച്ചർക്ക് നേരെ കടുവയുടെ ആക്രമണം. പ്രതിഷേധത്തെ തുടർന്ന് കടുവയെ കൂടുവെച്ച് പിടികൂടാൻ വനംവകുപ്പ് തീരുമാനിച്ചു. വൈകിട്ടോടെ പ്രദേശത്ത് സ്വകാര്യ വ്യക്തിയുടെ കോട്ടത്തിലാണ് കൂട് സ്ഥാപിച്ചത്. വള്ളുവാടിയിലെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് വെച്ച് വനംവകുപ്പ് വാച്ചറെ ആക്രമിച്ചതോടെയാണ് പ്രദേശവാസികളുടെ പ്രതിഷേധം ശക്തമായത്. തുടർന്ന് സ്ഥലത്തെത്തിയ വനംവകുപ്പ് ജീവനക്കാരെ പ്രദേശവാസികൾ തടഞ്ഞു. വാഹനം കടത്തിവിടാതെ റോഡിൽ ടയർ കൂട്ടിയിട്ട് തീയുമിട്ടു. പിന്നീട് ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സ്ഥലത്തെത്തി. ഇതിനിടയിൽ കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ശ്രമവും വനംവകുപ്പ് നടത്തി. ഇത് പരാജയപ്പെട്ടതോടുകൂടിയാണ് കടുവയെ കൂടുവെച്ച് പിടികൂടാൻ വനംവകുപ്പ് തീരുമാനിച്ചത്. നിലവിൽ കടുവ പ്രദേശത്ത് ഒരു സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുമുണ്ട്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കടുവ ഈ പ്രദേശത്ത് തമ്പടിച്ചിട്ട് ഈ മാസം ആദ്യം പ്രദേശവാസിയുടെ ആടുകളെ കടുവ കൊന്നിരുന്നു. തുടർന്ന് ജനവാസ കേന്ദ്രത്തിൽ തന്നെ നിലയുറപ്പിച്ച കടുവയെ വനംവകുപ്പ് കാട്ടിലേക്ക് തുരത്തിയിരുന്നെങ്കിലും കടുവയുടെ സാന്നിധ്യം ഇവിടെ സ്ഥിരമായിരുന്നു. ഇന്നലെ രാത്രി പ്രദേശവാസിയായ കൃഷ്ണന്റെ വളർത്തുനായയെ കടുവ പിടികൂടുകയും ചെയ്തു. ഇതറിഞ്ഞ് സ്ഥലത്ത് പരിശോധനയ്ക്കെത്തിയപ്പോഴാണ് കരുണാകരന് നേരെ ആക്രമണം ഉണ്ടായത്. ഒപ്പമുണ്ടായിരുന്ന ആൾ കയ്യിലുണ്ടായിരുന്ന വടി ഉപയോഗിച്ച് കടുവയെ അടിച്ചോടിച്ചാണ് കരുണാകരനെ രക്ഷപ്പെടുത്തിയത്. രാവിലെ ഒരു 3 മണിക്കാണ് ഈ അർജുനന്റെ പട്ടീനെ പിടിച്ചെന്ന് പറയുന്നത്. അങ്ങനെ രാവിലെ കരുണാകരനെ വിളിച്ച് പറയുന്നു, ഇത് ഇങ്ങനെ ടൈഗർ പട്ടീനെ പിടിച്ചെന്ന് കേട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കരുണാകരൻ എന്നെ വിളിച്ച് പറഞ്ഞു. ഞാൻ മാഡത്തിനെ അറിയിച്ചു, ഡെപ്യൂട്ടി സാറെ അറിയിച്ചു. അപ്പോൾ സാർമാർ പറഞ്ഞു, നിങ്ങളത് ആ ഭാഗത്ത് നിൽക്കുക, വേറെ എവിടേക്കും നിങ്ങൾക്ക് അപകടമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ടൈഗർ ഏത് ഭാഗം വരെ പോയിട്ടുണ്ടെന്ന് നോക്കാൻ വേണ്ടി ഞാനും കരുണാകരനും പോയത്. അപ്പോൾ ഇതിന് ചെമ്പരത്തിൻ്റെ തിണ്ടിൻ്റെ സൈഡിൽ കിടക്കുകയായിരുന്നു. അത് ഞങ്ങളും കണ്ടില്ല ഈ സാധനത്തിൽ. അങ്ങനെ കരുണാകരനാണ് ഫസ്റ്റിലെ കണ്ടത്. അപ്പോൾ കരുണാകരൻ്റെ പുറകെ ഇത് വരികയാണ് ചെയ്തത്. ചാടി പിടിക്കുകയല്ലേ ചെയ്ത്, നടന്നു വരികയാണ് ചെയ്തത്. അപ്പോൾ കരുണാകരൻ ഇവിടുന്ന് ഒരു 15 അടി മുന്നോട്ട് പോയി. അപ്പോഴത്തേന് ഈ സാധനം അടുത്തെത്തി കഴിഞ്ഞു. അടുത്തെത്തും കരുണാകരൻ്റെ കാലിന് പിടിച്ച് പിന്നെ കൈ പൊക്കിയപ്പോഴത്തേന് ഞാൻ അടിക്കുകയായിരുന്നു. അടിച്ചപ്പോൾ ഇതിന് വിട്ടുപോകും. തോരോങ്ങലം കോളനിയിൽ നിന്ന് 8:30 കരുണാകരനും സുധീറും കൂടിയിട്ട് ഇവിടെ ഒരു പട്ടീനെ പിടിച്ചു. ആ പട്ടി കാൽപ്പാട് നോക്കി പോയപ്പോഴാണ് ഈ കരുണാകരനെ കടുവ പിടിക്കുന്നത്. അന്നേരം സുധീർ വടികൊണ്ട് അടിച്ചിട്ടാണ് ഈ കരുണാകരൻ രക്ഷപ്പെട്ടത്. അതിൻ്റെ ഭാഗമായി ഇവിടെ ആളുകൾ കൂടി അവരുടെ ചർച്ചയുടെ ഭാഗമായി ഇപ്പോൾ മയക്കുമടി വയ്ക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അതിന് ഡോക്ടർ സക്കറിയ വന്നിട്ടുണ്ട്, ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ കൂട് വയ്ക്കാനും തീരുമാനമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ബത്തേരി. ബത്തേരി പാട്ടവയൽ അന്തർ സംസ്ഥാന പാതയോരത്തെ ഉണങ്ങി ദ്രവിച്ച വൻമരങ്ങൾ യാത്രക്കാർക്കും സമീപത്തെ വീടുകൾക്കും ഭീഷണിയാകുന്നു. ഏതു നിമിഷവും നിലംപൊത്താറായ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് അധികൃതരോട് പലതവണ ആവശ്യപ്പെട്ടിട്ടും പരിഹാരമായിട്ടില്ല. ബത്തേരി പാട്ടവയൽ അന്തർ സംസ്ഥാന പാതയിലെ പഴൂരിലാണ് ഏതു നിമിഷവും നിലംപൊത്താറായ വൻമരം ഭീഷണിയായി നിൽക്കുന്നത്. കഴിഞ്ഞ മഴക്കാലത്ത് ഇതിന്റെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീണ് തലനാരിഴയ്ക്കാണ് ബൈക്ക് യാത്രക്കാരൻ രക്ഷപ്പെട്ടത്. PWD അധികൃതരോട് മരം മുറിച്ചു മാറ്റാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ പരിഹാരമായിട്ടില്ല. സമീപത്തെ വീടുകൾക്ക് വലിയ ഭീഷണിയാണ് മരം. വേരുകൾ ദ്രവിച്ച് ഏത് നിമിഷവും നിലംപൊത്താറായ മരത്തിന് അരികിലൂടെയാണ് HT വൈദ്യുതി ലൈൻ കടന്നുപോകുന്നതും. ഇത് മുറിച്ചുമാറ്റി വാഹനയാത്രക്കാർക്കും സമീപത്തെ വീടുകളിൽ താമസിക്കുന്നവരുടെയും ഭീതി അകറ്റാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഇല്ലെങ്കിൽ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ വലിയ ദുരന്തങ്ങളുണ്ടാകുമെന്നും നാട്ടുകാർ പറയുന്നു. തവണ ബത്തേരി PWD ഓഫീസിൽ പരാതിപ്പെട്ടതാണ്. ഇപ്പോൾ ലാസ്റ്റ് മിനിഞ്ഞാന്നാണ് ഒന്ന് പരാതിപ്പെട്ടത്. റോഡിൽ നിന്ന് 1 മീറ്റർ ദൂരമുള്ളൂ ഈ മരം. ഏത് സമയത്തും നിലം പൊത്താവുന്ന ഒരു ജീർണിച്ച ഒരു മരമാണ്. വയനാട് വിഷൻ, ചീരാൽ.
തളിപ്പുഴ ദേശീയപാതയോരത്തെ കലുങ്ക് യാത്രക്കാർക്ക് ഭീഷണിയാവുന്നു. ഇവിടെ നിരവധി തവണ അപകടങ്ങൾ സംഭവിച്ചിട്ടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആരും തന്നെ ഇടപെടുകയോ സുരക്ഷ ഒരുക്കുന്നതിന് തയ്യാറാവുകയോ ചെയ്തിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. വൈത്തിരി പഞ്ചായത്ത് തളിപ്പുഴ 9-ാം വാർഡിൽപ്പെടുന്ന കോഴിക്കോട് മൈസൂർ ദേശീയപാതയോർത്താണ് അപകടകരമായ രീതിയിൽ കലുങ്ക് സ്ഥിതി ചെയ്യുന്നത്. ഈ ഭാഗത്തെ സ്ഥിരം അപകടം നടക്കുന്ന വളവും ഇതിനടുത്താണ്. കലുങ്കിനോട് ചേർന്ന് തന്നെ ബസ് സ്റ്റോപ്പും മറ്റു സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. കാടുമൂടി കലുങ്ക് മറഞ്ഞിരിക്കുന്നതിനാലും റോഡിൽ നിന്നും 1 അടി വ്യത്യാസത്തിൽ മാത്രമാണ് കലുങ്ക് സ്ഥിതി ചെയ്യുന്നത് എന്നതിനാലും ഇവിടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് സ്ഥിരമായിരിക്കുകയാണ്. ഭൂരിഭാഗവും ബൈക്ക് യാത്രികരാണ് അപകടത്തിൽപ്പെടുന്നത്. അപകടങ്ങൾ സ്ഥിരമായതോടെ സമീപത്തെ കടക്കാരാണ് താൽക്കാലികമായി വേലി കെട്ടിയത്. NH അധികൃതരും പഞ്ചായത്തും ഉടൻ ഇടപെട്ട് നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്തുള്ള ഓവുചാലാണ്, ഹൈവേൻ്റെ തൊട്ടടുത്തുള്ളതാണ്. 2 വണ്ടി പാസ് ചെയ്ത ഒരാൾക്ക് നടക്കാൻ പറ്റാത്ത കോലത്തിലാണ് ഇപ്പോൾ ഓവുചാലുള്ളത്. ഇത് 2-3 പ്രാവശ്യം അപകടം സംഭവിച്ചിട്ടുണ്ട്. ഇനി അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. സ്കൂൾ കുട്ടികൾ, മദ്രസ വിട്ട കുട്ടികളൊക്കെ നടന്നു പോകുന്ന സ്ഥലമാണ്. ഇവിടെ ഓവുചാൽ ഉണ്ടെന്ന് തന്നെ അറിയാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതൊരു സ്ലാബ് ഇട്ടിട്ട് റെഡിയാക്കി തരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വയനാട് വിഷൻ, വൈത്തിരി. കിടങ്ങനാട് യൂത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ ധനശേഖരണാർത്ഥം ഏപ്രിൽ 25 മുതൽ മെയ് 1 വരെ ചേനാട് ഗവൺമെന്റ് ഹൈസ്കൂൾ മൈതാനത്ത് ഫുട്ബോൾ ഫെസ്റ്റ് നടത്തുമെന്ന് സംഘാടകർ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ, കിഡ്സ് വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുക. വിജയികൾക്ക് പ്രൈസ് മണിയും ട്രോഫിയും നൽകും. കിടങ്ങനാട് യൂത്ത് ക്ലബ്ബ് ചതയം 6 ഞങ്ങളുടെ ഫുട്ബോൾ അക്കാദമിയുടെ 4-ാം വർഷത്തോടനുബന്ധിച്ചും അതുപോലെ തന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൻ്റെ ധനസമാഹരണാർത്ഥം 25/4/2019 തീയതി മുതൽ മെയ് 1 വരെ ഫുട്ബോൾ ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ, കിഡ്സ് എന്നീ 4 വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. സീനിയർ വിഭാഗത്തിന് അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഇതിനും ഞങ്ങൾ ഫസ്റ്റ് പ്രൈസിന് വേണ്ടിയിട്ട് ട്രോഫിയും അതുപോലെ തന്നെ ക്യാഷ് പ്രൈസും ഉണ്ട്. ഇതിനു വേണ്ടി ഒരു സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട്. സംഘാടക സമിതിയുടെ ചെയർമാനായി മിഥുൻ മോഹൻ എന്നവരും കൺവീനറായി പ്രതീഷ് PS എന്ന ആളെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. കനോയിങ്ങിൽ നാടിന് അഭിമാനമായി വയനാട്ടുകാരി. തവിഞ്ഞാൽ പഞ്ചായത്തിലെ പേരിയ ഐനിക്കൽ എടത്തറ വീട്ടിൽ AJ പ്രസാദിന്റെയും ഷീജയുടെയും മകളായ അനുഷ പ്രസാദാണ് വയനാട്ടുകാർക്ക് അപരിചിതമായ കനോയിങ്ങിൽ ഓപ്പൺ ഇന്റർനാഷണൽ സ്പ്രിന്റ് കോമ്പറ്റീഷനിൽ അന്തർദേശീയ വ്യക്തിഗത ഇനത്തിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയത്. പേരിയ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് പഠനകാലത്തെ വോളിബോൾ മികവിലാണ് തിരുവനന്തപുരം സായിയിൽ അനുഷയ്ക്ക് സെലക്ഷൻ ലഭിക്കുന്നത്. സ്വന്തം നാട്ടിൽ പുഴയിൽ ഇറങ്ങുകയോ തോണിയിൽ കയറുകയോ ചെയ്യാത്ത അനുഷ ആലപ്പുഴയിലെയും ഭോപ്പാലിലെയും കായലിന്റെ ഓളപ്പരപ്പിൽ തുഴയെറിഞ്ഞാണ് രാജ്യത്തിന്റെ അഭിമാന താരമായത്. ഗോൾഡ് മെഡൽ കൂടാതെ ക്ലസ്റ്റർ വിഭാഗത്തിൽ C1, C2 വിഭാഗത്തിലും സിൽവറും വെങ്കലവും അനുഷ പ്രസാദിന്റെ മികവിൽ കരസ്ഥമാക്കിയിട്ടുണ്ട്. കൂലിപ്പണിക്കാരനായ പ്രസാദിന്റെ 3 മക്കളിൽ മൂത്തയാളാണ് അനുഷ. സഹോദരൻ അജിൽ, അനുജത്തി അമലയും തിരുവനന്തപുരം സായിയിലെ വിദ്യാർത്ഥിയാണ്. ആലപ്പുഴ സായിയിൽ 2ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയായ അനുഷയ്ക്ക് പക്ഷേ കായിക താരങ്ങളോടുള്ള സ്വന്തം നാടിന്റെ സമീപനത്തിൽ അതൃപ്തിയുണ്ട്. രാജ്യത്തിനു വേണ്ടി ഗോൾഡ് മെഡൽ ജേതാവായിട്ടും സ്പോർട്സ് കൗൺസിലോ പഞ്ചായത്തോ മറ്റു സംഘടനകളോ അനുമോദനം അറിയിക്കുകയോ ചെയ്തില്ല എന്നതാണ് അതിന് കാരണം. ഞാൻ ആലപ്പുഴ സായിൽ കനോയിങ് ട്രെയിനിയാണ്. ഇപ്പോൾ 4 വർഷമായി സായി തന്നെ ട്രെയിനിങ് തുടരുന്നു. ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയറിലാണ് പഠിക്കുന്നത്. ഇപ്പം ഇൻ്റർനാഷണൽ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഭോപ്പാലിൽ വേണ്ടിയിട്ടായിരുന്നു കോമ്പറ്റീഷൻ ഞങ്ങൾക്ക്. എൻ്റെ ഫസ്റ്റ് കോമ്പറ്റീഷനാണ് ഇൻ്റർനാഷണൽ. ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എനിക്കിതിന് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അംഗ്രേജ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു പഞ്ചാബിയാണ് സാറിൻ്റെ ട്രെയിനിങ് ഒക്കെ കൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു കോച്ചിൻ്റെ കുറവുണ്ട്. ഇപ്പോൾ സായിൽ ഒരു കോച്ചും കൂടി വേണമെന്നുണ്ട്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വ്യക്തിഗത ഇനത്തിൽ 1 ഗോൾഡും അല്ലാതെ 2 ഡബിളിൽ 2 സിൽവറുമാണ് കിട്ടിയിരിക്കുന്നത്. 500 മീറ്ററും 200 മീറ്ററും ആയിരുന്നു എൻ്റെ ഇവൻറ്റ്. 500 മീറ്റർ സിംഗിളിലാണ് എനിക്ക് ഗോൾഡ് വന്നത്. 200 മീറ്റർ ഡബിളിൽ 1 സിൽവറാണ് കിട്ടിയത്. വയനാട് വിഷൻ, വാളാട്. വയനാട് വിഷൻ ചാനലിന്റെ ആദ്യകാല മാനേജരും വയനാട് വിഷൻ കുടുംബാംഗവുമായ വിനീത് V. മാത്യുവിന് വയനാട് വിഷന്റെ സ്മരണാഞ്ജലി. 2014 ഏപ്രിൽ 22-നാണ് മലപ്പുറം ചങ്ങരംകുളത്ത് വെച്ച് വാഹനാപകടത്തിൽ വിനീത് നിര്യാതനായത്. വിനീതിന് വയനാട് വിഷൻ കുടുംബാംഗങ്ങളുടെ സ്മരണാഞ്ജലികൾ. പ്രധാന വാർത്തകളിലേക്ക് വീണ്ടും.
കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം. പോളിംഗ് കാലത്ത് 7 മുതൽ വൈകിട്ട് 6 വരെ. സുഗമമായ തിരഞ്ഞെടുപ്പിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് ജില്ലാ വരണാധികാരി. മുന്നണികൾ കരുതലിന്റെ മണിക്കൂറുകളിൽ. വോട്ടുകൾ ചോരാതെ മുൻനിര പ്രവർത്തകർ ജാഗ്രതയിൽ. മുന്നണികൾ പ്രത്യേകം നിരീക്ഷകരെ നിയോഗിച്ചു. നെന്മേനി തൊവരിമലയിൽ വൻ ഭൂസമരം. 104 ഹെക്ടർ മിച്ച ഭൂമിയിൽ ഭൂരഹിതർ കുടിൽ കെട്ടി പാർപ്പുറപ്പിച്ചു. സമരം ക്രാന്തി കിസാൻ സഭ നേതൃത്വത്തിൽ. വോട്ട് ചെയ്യണമെങ്കിൽ ഭൂമി പതിച്ചു നൽകണമെന്ന് സമരക്കാർ. കുപ്പാടി ഫോറസ്റ്റ് സ്റ്റേഷൻ അതിർത്തിയിൽ കടുവ വനപാലകനെ ആക്രമിച്ചു. കടുവയെ കൂടുവെച്ച് പിടിക്കും. തീരുമാനം നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.